ഹലോ ഗായ്സ്, ഈ പേര് കേൾക്കുമ്പോൾ ഹോം സിനിമയിലെ നസ്ലിനെ ഓർമ്മ വരുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടെ നമ്മൾ അടുക്കളത്തോട്ടമൊന്നുമല്ല, നമ്മളൊരു ചിക്കൻ കറി വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ അമ്മയോട് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനും ഇതുവരെ ചിക്കൻ കറിയൊന്നും വെച്ചിട്ടില്ല, ആദ്യമായിട്ട് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം നിങ്ങളെ കാണിക്കുക എന്നുള്ളത് മാത്രമല്ല, എനിക്ക് പഠിക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഇതിലുണ്ട്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുമോ അമ്മ? അപ്പോൾ നമ്മളിവിടെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് പറയുന്നത് അത് കശ്മീരി ചില്ലി, സാദാ മുളക് പൊടി, ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ്, ഉപ്പ് ഇത്രയും ചേർത്ത് ഞൗടി ഒരു 5-10 മിനിറ്റ് വെച്ചിട്ട് അതിനുശേഷം എടുത്ത് വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മൾ ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് അത് വറുത്തു കോരിയെടുത്ത് അതാണ് ഈ വെച്ചേക്കുന്നത്. ഇനി എന്താ? ഇനി നമ്മളിവിടെ വലിയ ഒരു സവാള, വലിയ ഒരു തക്കാളി, ഒരു 3 പച്ചമുളക് ഇത്രയും നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1/2 കിലോ ചിക്കനാണ് നമ്മൾ വറുത്ത് വെച്ചേക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് ഇത്രയും. പിന്നെ നമ്മൾ ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക്, ജിഞ്ചറും ഗാർലിക്കും കൂടെ ഒന്നിച്ച് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ച് ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിത് കുരുമുളക് പൊടിച്ചത് കല്ലിൽ പൊടിച്ചത്. പിന്നെ ഇത് നമ്മൾ 2 പിന്നെ ഏലക്ക, ഒരു ചെറിയ കറുവാപ്പട്ട, ഇതൊക്കെ കല്ലി പൊടിച്ച് വെച്ച് സ്വല്പം ഇച്ചിരി തോന പെരിഞ്ജീരകം, ഇതെല്ലാം കൂടെ നമ്മൾ പൊടിച്ചു വെച്ചതാണ്. പെരിഞ്ജീരകം, പിന്നെ എന്തൊക്കെയായിരുന്നു? ഏലക്ക, കറുവാപ്പട്ട. ഇത് 3ഉം പൊടിച്ചതാണ് ഇരിക്കുന്നത്. ഇതെന്തായിരുന്നു? മറ്റേ കുരുമുളക് പൊടി. കുരുമുളക് പൊടിച്ചത്. അപ്പൊ നമുക്ക് പിന്നെ വെളിച്ചെണ്ണ സാധാ വേണ്ട കാര്യം. അപ്പൊ നമ്മള് ദാണ്ട ചട്ടി അടുപ്പത്ത് വെച്ച് ചെയ്തു തുടങ്ങുമല്ലേ? ഓക്കെ, സ്റ്റാർട്ട്. ഗ്യാസ് പറ്റിച്ച് ഇനി എന്ത് ചെയ്യും? എണ്ണ ഒഴിക്കൂ. ഇനി നമ്മള് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഓക്കെ, ഇതിൽ എണ്ണ വരാൻ കുറച്ച് സമയം എടുക്കും തോന്നുന്നില്ല. എണ്ണ മാക്സിമം കുറയ്ക്കുന്നതാണ്. അല്ല, നമ്മൾ ഇതെല്ലാം ഒന്ന് വയന്ന് വരണം. ഇച്ചിരി എണ്ണ വേണം. മതി. അപ്പം വെളിച്ചെണ്ണ എടുത്ത് പിന്നെ നമ്മൾ കടുക് ഇടുക. ഞാൻ കുറച്ച് മാറി നിൽക്കാം. കടുകിട്ട് പൊട്ടിക്കണം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ടല്ലേ? അതെ, കടുക് പൊട്ടി തീർന്നു. ഇനി എന്ത് ചെയ്യും? ഇനി നമുക്ക് സവാള ഇടാം. തക്കാളി ഇപ്പോഴേ ഇടുന്നുണ്ട്? ഇല്ല, ഇത് സവാള ഒന്ന് വയന്ന് വന്നതിന് ശേഷം മാത്രം തക്കാളി ഇട്ടാൽ നല്ലപോലെ വയന്ന് പെട്ടെന്ന് വരാൻ വേണ്ടി നമുക്കൊരിച്ചിരി ഉപ്പിടാം. വയന്ന് വരാൻ വേണ്ടി. അപ്പൊ അത് കഴിഞ്ഞ് പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ വീണ്ടും ഇടും. അതിന് ശേഷം ഇതെല്ലാം കറിയെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോക്കുറവ് ഇടാം. തോനെയാകരുത് ഉപ്പ്. നമുക്ക് ഇത്രയും ഉപ്പിട്ട് ഒന്ന് വഴറ്റാം. അപ്പോൾ അത് പെട്ടെന്ന് ഇത് ഉള്ളി അങ്ങ് വയന്ന് വരും. ഒന്ന് ചുമന്ന് വരുമ്പോൾ നമുക്ക് തക്കാളി ഇടാം. അപ്പം നമ്മുടെ സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ടല്ലേ? അതെ. ഇനി നമുക്ക് തക്കാളിയാണോ? തക്കാളി, മുളകും ഇപ്പം തന്നെ ഇടുമല്ലോ? തക്കാളി പച്ചമുളകും കൂടെ ഇടാം. ഇനി ഇത് എത്ര നേരം വെയിറ്റ് ചെയ്യണം?
ഇതൊന്ന് വയന്ന് വരണം. തക്കാളിയും പച്ചമുളകും സവാളയും എല്ലാം നന്നായിട്ട് വയന്ന് വന്നു കഴിഞ്ഞിട്ട് അത് അവർ എത്ര നേരം ഇടേണ്ടി വരും? ഒരു മിനിമം 2-3 മിനിറ്റ് അത്രയും മതി. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയി കാണുമല്ലേ? ആയി. ഇനി നമുക്ക് പൊടി ചേർക്കാം. ആദ്യം മുളക് പൊടിയാണ്. മുളക് പൊടി എത്ര സ്പൂൺ? ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഈ സ്പൂണിന് ഒരു 2 സ്പൂൺ മുളക് പൊടി. ടേബിൾ സ്പൂൺ ആണെങ്കിൽ എത്ര വരുമായിരിക്കും? ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഇതിനൊരു ഞാൻ ഇതിനായി ഇടുന്ന സാധനം. അപ്പം ഇതിന് ഒരു 2.5 സ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട്. ഇതെന്താ? മല്ലിപ്പൊടി നല്ല 2 സ്പൂൺ. ഇനി മഞ്ഞപ്പൊടി അത് കുറച്ച് മതിയല്ലേ? അപ്പം ഇതെല്ലാം ഇട്ട് ഇനി ഇളക്കി നന്നായി ഇളക്കാം. കുറച്ച് വെള്ളം വേണ്ടേ? വേണ്ട, അതിപ്പോഴേ ചേർക്കണ്ട. വെള്ളമൊക്കെ പിന്നീട്. ഇത് നന്നായിട്ട് അങ്ങോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കണം. ഇഞ്ചി പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി വിടണം. ഇനി എന്താണ് അടുത്തത്? നമുക്ക് ചിക്കൻ തട്ടിയിടാം. ഈ ജീരകവും കുരുമുളക് പൊടി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിട്ടാൽ മതി. ഏതാ? ചിക്കൻ ഇട്ട ശേഷം? ചിക്കൻ ഇട്ടതിന് ശേഷം. അതിന് മുമ്പ് വേണേലും ഇടാം. എങ്കിലും ഇതിലൂടെ നല്ലത് നമ്മൾ ചിക്കൻ ഇട്ടിട്ട് നമ്മൾ ആ കുരുമുളക് പൊടിയും പിന്നെ നമ്മൾ ജീരകം, പെരുംജീരകവും കറുവാപ്പട്ടയൊക്കെ എല്ലാം പൊടിച്ചത് കൂടെ അങ്ങോട്ടിടാം. ചിക്കൻ ഫ്രൈ ചെയ്തത് നമുക്കിടാം. ഫ്ലെയിം കുറയ്ക്കണം. നല്ല മണം. നമുക്ക് കുരുമുളക് പൊടി, പൊടിച്ചു വെച്ചേക്കുന്ന മസാല എല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കാം. ഈ ബിരിയാണിക്ക് വേണമെങ്കിൽ ഇതങ്ങ് ചേർത്താൽ പോരെ? ബിരിയാണിക്ക് ഇങ്ങനെ അല്ല. ഇത് നമുക്ക് ബിരിയാണി കറിക്ക് സെപ്പറേറ്റ് കറിയായിട്ട് എടുക്കാം. നമുക്ക് ആ ജാറ് കഴിയ വെള്ളം കൂടെ ഒഴിക്കാം. ഇനി എന്താ ചെയ്യാ? സ്വല്പം ചൂടുവെള്ളം കൂടെ ഒഴിക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് എത്ര നേരം ചൂടാക്കണം? ഒരു 10-15 മിനിറ്റ് തിളപ്പിക്കണം. തിളപ്പിച്ച് അതോടുകൂടി സെറ്റാവും. എണ്ണ തിളഞ്ഞ് വരും. ഓക്കെ. അപ്പം ഇനി ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇത്തിരി കറിവേപ്പില ഇവിടെ ചേർക്കാം. അത് ലാസ്റ്റ് ചേർത്താൽ പോരെ? ഇത് തിളച്ച് വരുന്നുണ്ട്. അപ്പം ഇനി എന്താണ് പരിപാടി? നമ്മൾ കുറച്ച് കറിവേപ്പില ഇടാം. ഓക്കെ.
കുറച്ച് കറിവേപ്പില ഇവിടെ ഇട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് 10-15 മിനിറ്റ് ഇത് നല്ലപോലെ തിളച്ച് പറ്റി എണ്ണ തെളിയും. അപ്പോൾ ഒരു 15 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡി. തിളച്ച് പറ്റി പാകമാകും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കറിയുടെ റെസിപ്പി. താങ്ക്സ് ഫോർ വാച്ചിങ്.